ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ റമദാൻ പ്രിപ്പറേഷൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ്. ഇതിൻ്റെ ഷോർട്സ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അത് പോയി കാണാത്തവരൊന്ന് പോയി കാണണേ. കുറച്ചായിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ല, കുറച്ചധികം തന്നെ കാര്യങ്ങൾ ഇതിൽ കാണിക്കാനുണ്ട്. അതുകൊണ്ട് ഇതൊരു ലോങ് വീഡിയോ ആക്കിയിട്ടുണ്ട്. ഇത് 2 ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. നോമ്പിൻ്റെ 2 ദിവസം മുന്നെയാണ് റമദാൻ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫാമിലെ പണിക്കാർ പെട്ടെന്ന് പോയതുകൊണ്ട് തന്നെ അമ്മ ഫാമിൽ കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം. അതുകൊണ്ട് തന്നെ ഈ പ്രിപ്പറേഷൻസ് ഒക്കെ കുറച്ച് ലാഗായി പോയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാം തീർത്തിട്ടുണ്ട്. കുറച്ച് ദിവസം തിരക്കായതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും നല്ല രീതിക്ക് അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നല്ല നല്ല കണ്ടന്റ്സ് ഇടണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അതിനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോടൊരു സോറി പറയുകയാണ്. നമുക്ക് നല്ല വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കഴിയാനായിട്ടാണ്. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ നല്ല അടിപൊളി കിടുക്കാച്ച വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നോമ്പിനും അതിൻ്റെ അടിപൊളി റെസിപ്പീസൊക്കെ വഴിയേ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. ഇപ്പം നോമ്പ് തുടങ്ങി, കുറച്ച് മുന്നേ തന്നെ റെസിപ്പീസൊക്കെ ഇടണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ കുറച്ച് തിരക്കിലായി പോയി. ഫാമിൽ നല്ല പണിയായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് ആൾക്കാരെ നമ്മളെ റെസിപ്പീസൊക്കെ വരുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ടാക്കണേ. നോമ്പിൻ്റെ 2 ദിവസം മുന്നേ പോയി ഓവനും ബ്ലെൻഡറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാത്രങ്ങളോടി വാങ്ങാനുണ്ടായിരുന്നു, അതും കൂടി വാങ്ങി പോന്നിട്ടുണ്ട്. ടോട്ടലി 3 ഓവനാണ് യൂസ് ചെയ്തിരിക്കണേ. ഒന്ന് തീരെ യൂസ് ചെയ്യാതെ അങ്ങനെ കേടുവന്ന് പോയി. ആ ടൈമിൽ നമുക്ക് നല്ല സ്റ്റിച്ചിങ് ഉള്ളൊരു ടൈം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യാതായി കേടന്നു. രണ്ടാമത്തെ അങ്ങനെ കേടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും കൂടി ഇമ്മ വാങ്ങിയിട്ടുണ്ട്. ഇമ്മക്ക് ഈ ബേക്കിംഗ് ഒക്കെ നല്ല ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ട് വാങ്ങിയതാണ്. ഇമ്മ ഒരു ടൈമിൽ കേക്ക് ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈമില്ലാത്തതുകൊണ്ട് പിന്നെ നിർത്തി വെച്ചതാണ്. ഇപ്പം അത്യാവശ്യം ഫ്രീ ആണ്, അതുകൊണ്ട് ഒരു ഓവന് വാങ്ങി. ഇപ്പം ബിസിനസ് ചെയ്യാനൊന്നല്ല, നമ്മളെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓവനിലൊക്കെ വെച്ചിട്ടുള്ള കുറച്ചധികം ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് കഴിക്കാം. എന്തായാലും നമുക്ക് ലാഭമാണ്. നല്ല വെറൈറ്റി ഫുഡൊക്കെ നമുക്ക് തന്നെ അല്ലേ കിട്ടുന്നത്. അതുകൊണ്ട് എന്താണെങ്കിലും വാങ്ങിക്കോട്ടെ, നല്ല ഫുഡ് നമുക്ക് കിട്ടിയാൽ മതി. പിന്നെ ബ്ലെൻഡറും വാങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് വേണ്ടി വാങ്ങിയതാണ്. എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്രഷ് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന ജാറിൽ എല്ലാ ഫുഡും ഉണ്ടാക്കണോണ്ട് തന്നെ അതിലൊരു ചോയ വരും ജ്യൂസൊക്കെ ഉണ്ടാക്കിയാൽ. അതുകൊണ്ടാണ് ഞാൻ ഫ്രഷ് ജ്യൂസിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡർ വാങ്ങണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതും വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്ക്വാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എല്ലാ നോമ്പിനും ചെയ്യലുണ്ട്. ഇത്തവണ പൈനാപ്പിളും ഗ്രേപ്പ് ചെയ്യുന്നു. പിന്നെ ഈ ക്യാരറ്റ് വേവിച്ചേക്കൽ ഇടയ്ക്കുള്ള ചെയ്യൽ ഇത്തവണ എന്തായാലും ചെയ്തിട്ടുണ്ട്. ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാം. വേവിക്കാനുള്ള ടൈം നമുക്ക് ലാഭമായി കിട്ടും. നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണത്തിലാക്കണം. അതുകൊണ്ട് കുറച്ചൊക്കെ പണികൾ നമുക്ക് ഒരുക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ പണികൾ തീർക്കാം. കൂടുതൽ ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്ത് വെറുതെ ടയേർഡ് ആവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാം എന്തെങ്കിലും മീൽ പ്രപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ രാഗിൻ്റെ റെസിപ്പി നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 3 കിലോ രാഗിയാണ് എടുത്തിക്കണേ. അതിക്ക് 300 ഗ്രാം ബദാമും 300 ഗ്രാം അണ്ടിപ്പരിപ്പുമാണ്. ഇനി ഒരു 10 ഏലക്ക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഇനി നിങ്ങളെ ഫ്ലേവർ അനുസരിച്ച് അത് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ഞങ്ങൾ 10 എടുത്തിട്ട് 3 കിലോന് രാഗിക്ക്. പക്ഷെ അധികം തന്നെ ഉണ്ടായതുകൊണ്ട് മില്ലിൽ പോയിട്ടാണ് പൊടിക്കൽ. നല്ലോണം ഒന്ന് കേക്ക് വൃത്തിയാക്കി ഒന്ന് വെയിലത്തിടണം, എന്നിട്ട് വേണം പൊടിക്കാൻ കൊടുക്കാൻ. അതൊക്കെ എല്ലാവർക്കും അറിയാക്കരം, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഈ രാഗി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ പാലിൽ കുറുക്കിയിട്ടാണ് രാഗി ഉണ്ടാക്കല്, അല്ലെങ്കിൽ സ്മൂത്തി ആക്കി ഉണ്ടാക്കലും ഉണ്ട്. ഈ 2 രീതിയിലാണ് ഞങ്ങൾ രാഗി ഉണ്ടാക്കല്. അതിന്റെ വീഡിയോ വേറെ ചെയ്യാം. അധികവും ഞങ്ങൾ സിമ്പിളായിട്ട് പാലിൽ കുറുക്കിയിട്ടാണ് രാഗി കുടിക്കൽ. നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാവും. സ്മൂത്തി ഇടയ്ക്കേ കുടിക്കലുള്ളൂ, അത് കുറച്ചധികം ഹെവിയാണ്. അപ്പം അങ്ങനെയാണ് രാഗി ഉണ്ടാക്കൽ. പിന്നെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അടുത്ത ദിവസമായപ്പോൾ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. പരിപാടി എന്ന് പറഞ്ഞാൽ പണിക്കാർക്ക് ഒരു ഫുഡ് കൊടുക്കൽ. ക്ലാസ് പോയി കഴിഞ്ഞിട്ട് അമ്മ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ് പോയി വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അറിയണത്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് അമ്മ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിഞ്ഞു. ബിരിയാണിയും ബീഫ് വരട്ടും മാത്രമേ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ. ഫ്രൂട്ട് സലാഡും പായസം ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ചിക്കൻ ഫ്രൈയും നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ കുറച്ചധികം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നോമ്പിനും കൂടിയും കണ്ടിട്ടാണ് അമ്മ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ബാക്കിയാണ് ചിക്കൻ ഫ്രൈക്ക് എടുത്തത്. പിന്നെ ഇതിലൊന്നിൻ്റെ റെസിപ്പീസ് ഒന്നും കാണിച്ചിട്ടില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയോണ്ട് തന്നെ റെസിപ്പീസ് കാണിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ ചെയ്യണമായിരിക്കും. പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ 5 മണിക്കൂറോളം അമ്മക്ക് വരലുണ്ട്. ഇത്തവണ ടൈം ഇല്ലാത്തതുകൊണ്ട് 2 മണിക്കൂറോണ്ടാണ് പായസം ഉണ്ടാക്കിയെന്ന് അമ്മ പറഞ്ഞത്. എന്തായാലും പായസമൊക്കെ സെറ്റ് ആയിരുന്നു. ഞാൻ ക്ലാസ്സിൽ പോയി വന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിൽ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പാലൊക്കെ കുറുക്കി എടുത്തിട്ടാണ് ഉണ്ടാക്കൽ. ഒരു വെള്ളം ചോയ്ക്കേണ്ട പോലെ പായസം ഉണ്ടാക്കുന്നതിനോട് താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പായസം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും കുറുക്കിയിട്ടാണ് ഉണ്ടാക്കൽ.
പാൽ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെ അതൊരു വിഷയമല്ല. അതുകൊണ്ട് മാത്രമൊന്നുമല്ല, ഇവിടെ ഫാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ അമ്മ ഇങ്ങനെ തന്നെയാണ് പായസം ഉണ്ടാക്കല്. കല്യാണത്തിന് പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഈ പായസം കുടിക്കുന്നത്. അന്ന് തന്നെ അമ്മ അവിടെ നിന്ന് റെസിപ്പീസൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഇവിടെ ഉണ്ടാക്കൽ തുടങ്ങി. അന്ന് മുതൽ എല്ലാവരും ഒരു ഫേവറേറ്റ് ആയിട്ടാണ്. ഞങ്ങളെ വീട്ടിലെ മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും ഉമ്മാൻ്റെ പായസം ചോദിച്ച് വരലുണ്ട്. അത്രക്കും ഫാൻസ് ഉള്ളൊരു പായസമാണ് ഉമ്മാൻ്റെ. പിന്നെ ഞാൻ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ടാണ് ഷോപ്പിങ്ങിന് പോയത്. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഈ ചീസ്, ബട്ടർ ഷീറ്റ്, പേസ്ട്രി ഷീറ്റ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസേ നമുക്ക് വാങ്ങാണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള സമൂസ ഷീറ്റ്, ഫ്രൂട്ട്സ്, അങ്ങനത്തെ അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ ഉള്ളൂ ഇനി വാങ്ങാണ്ടായിന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയത്. പെട്ടെന്ന് തിരിച്ചു വരാന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോയതെങ്കിലും പെരും തിരക്കേനു ടൗണിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കരുതിയ പോലെ തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു 10 മണിയോളം ആയിക്കോണം ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ. പിന്നെ വന്ന് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങിയത്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉറങ്ങിയപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത ഫൈനൽ ലുക്ക്. പിന്നെ നിങ്ങൾ നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞോ അതോ ഞങ്ങളെപ്പോലെ ലേറ്റ് ആയിട്ടാണോ കഴിഞ്ഞത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. ഞങ്ങൾക്കൊരു പണി കിട്ടിയോണ്ടാണ് ഞങ്ങൾ ഇത്ര ലേറ്റ് ആക്കിയത്. അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ ചെയ്യാൻ നോക്കലുണ്ട്. കുറച്ചധികം തന്നെ പ്ലാൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അല്ലെങ്കിലും ലൈഫ് നമ്മൾ വിചാരിച്ച പോലെ സ്മൂത്തായിട്ട് പോകുന്നില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം. അങ്ങനെ ഒരു പ്രശ്നം വന്നു. പണിക്കാർ പോയി, ഇമ്മ ഫാമിൽ കയറി. കുറച്ചധികം തന്നെ പണി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല തിരക്കേനു. വീട്ടിലായാലും ഫാമിലായാലും ഫുള്ള് പണിയേനു. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ പണിക്കാർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നോമ്പിലെ തലേന്നെങ്കിലും കാര്യങ്ങൾ ഒരുക്കി വെക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ.